ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് എൻ്റെ ഇടത്തെ കയ്യിൽ നെയിൽ പോളിഷ് ഇടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ആദ്യം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പം എൻ്റെ കൈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര മടിയുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഡെഡ് സ്കിന്നൊക്കെ ഉണ്ട്. ഞാനൊരു വീട്ടമ്മയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഇരുമ്പ്, അതായത് നമ്മുടെ ഇരുമ്പ് കത്തി പിടിക്കുമ്പം അതിൻ്റെ ഒരു റിയാക്ഷൻ ചില പച്ചക്കറികളായിട്ട് ചേർന്നിട്ട് അതിനൊരു റിയാക്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം ഈ സൈഡിലൊക്കെ ചെറിയ കറുത്ത് ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, എന്തിനാ ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്, എൻ്റെ കൈയല്ലേ, കുഴപ്പമില്ല, ഞാൻ എന്തായാലും നമ്മൾ മോഡലൊന്നും അല്ലല്ലോ. അപ്പം അത് കാരണം ഞാൻ എന്തായാലും ഈ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നെയിൽ പോളിഷിൻ്റെ കളക്ഷൻസ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയധികം നെയിൽ പോളിഷോ? ഇതൊക്കെ ഞാനൊരു 7-8 വർഷമായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള നെയിൽ പോളിഷാട്ടോ. അപ്പം ചിലതൊക്കെ കട്ടിയായിട്ടുണ്ട്, അപ്പം ഉപയോഗിക്കാൻ പറ്റാത്ത ചിലതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ എടുത്ത് കളയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇത് എടുത്തപ്പോൾ ഞാൻ 1-2 കളഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അതൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്ത പോലെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും ഒന്ന് നെയിൽ പോളിഷ് ഇടുന്ന ആളല്ല. എപ്പോഴേലും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതൊക്കെ ഇടാനൊക്കെ സമയം കിട്ടാറ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഫ്ലോറൽ ഡിസൈനാട്ടോ എൻ്റെ കയ്യിൽ ചെയ്യുന്നത്. അപ്പം ഞാൻ അതിനായിട്ട് ഫസ്റ്റ് നമ്മുടെ തള്ളവിരലിൽ ഒരു റാണി പിങ്ക് കളർ നെയിൽ പോളിഷാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ചെറുതിലേ ഞാൻ ചക്ക വെട്ടിയിട്ട് എൻ്റെ കൈ നെയിൽ ഉൾപ്പെടെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിരലിന് ഒരു ചെറിയ ഷേപ്പ് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അതുപോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഈ റാണി പിങ്ക് കളർ നെയിൽ പോളിഷ് വാങ്ങിയിരിക്കുന്നത് R&B എന്നാണ് ഇവിടെ ഖത്തറിലുള്ളത്. അപ്പം ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു നെയിൽ പോളിഷാണ് കേട്ടോ. 4 ഉണ്ടായിരുന്നു ആ ഒരു പാക്കിൽ. അതെനിക്കൊന്ന് 15 റിയാലാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ് റേറ്റ്. ഞാൻ ഇതൊരു കഴിഞ്ഞ വർഷം എന്തോ വാങ്ങിയതാണ്. അടുത്തത് നമ്മുടെ ചൂണ്ട് വിരലിൽ ഞാനൊരു റോയൽ ബ്ലൂ കളറാണ് കേട്ടോ കൊടുക്കുന്നത്. അതായത് നമ്മൾ ആദ്യം കൊടുത്ത റാണി പിങ്കിന് ഒരു കോൺട്രാസ്റ്റ് കളറായിട്ടാണ് റോയൽ ബ്ലൂ കളർ ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ബ്ലൂ കളർ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് അത് കൊടുക്കുന്നത്. ഞാൻ ഈ നെയിൽ പോളിഷ് ദോഹയിൽ വന്നപ്പോൾ വാങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു ഒരു സെറ്റ് ഓഫ് 6 ആയിട്ട് അന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഏകദേശം ഒരു 6 വർഷത്തോളമായി ഇത് വാങ്ങിയിട്ട്. അടുത്ത വിരലിൽ ഞാനൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാട്ടോ കൊടുക്കുന്നത്. അപ്പം ഞാനിത് വീഡിയോ ചെയ്തപ്പം കുറച്ചൊന്ന് ഔട്ട് ഓഫ് ഫോക്കസ് ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ നടുവിലെ വിരലിൽ ഞാൻ ലാവൻഡർ ഷെയ്ഡാണ് കൊടുക്കുന്നത്. ഇതും ഒരു സെറ്റായിട്ട് മേടിച്ചാണ് ഇവിടെ ദോഹയിൽ നിന്ന്. 10 ഒരു സെറ്റ് പേസ്റ്റൽ കളേഴ്സായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. ഈ ഒരു CP എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരുപാട് കളർ സെറ്റുകൾ ഇവിടെ അവൈലബിൾ ആട്ടോ. എന്താ പറയുക, ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്ന ഒരു നെയിൽ പോളിഷാണിത്. അധികം പ്രൈസൊന്നും ഇല്ല, പക്ഷേ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് താനും. അപ്പം അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ അടുത്തതായിട്ട് എടുത്തത്. പിന്നെ നമ്മുടെ നാട്ടിലെ ഏറ്റവും എന്താ പറയുക അഫോർഡബിൾ കോസ്മെറ്റിക് ബ്രാൻഡായ ഇൻസൈറ്റ് കോസ്മെറ്റിക്സിൻ്റെ ഒരു പച്ച നെയിൽ പോളിഷാണ് ഞാൻ അടുത്ത വിരലിലിട്ടത്, അതായത് നമ്മുടെ മോതിര വിരലിലിട്ടത്. അപ്പം ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു നെയിൽ പോളിഷാട്ടോ. എന്താ പറയുക, അഫോർഡബിൾ ആയതുകൊണ്ട് അത് തീരെ മോശം എന്ന് ഞാൻ പറയണില്ല, അടിപൊളിയാണ്. കുറേ നാൾ ലാസ്റ്റ് ചെയ്യുന്ന ഒരു നെയിൽ പോളിഷ് കൂടിയാട്ടോ. അപ്പം ഇതാണ് ഞാൻ അടുത്ത വിരലിലിട്ടത്. നെക്സ്റ്റ് ആ CP എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ തന്നെ ഒരു ബ്ലൂ, അതായത് ഒരു സ്കൈ ബ്ലൂ കളർ നെയിൽ പോളിഷാണ് കേട്ടോ ചൂസ് ചെയ്തത്. ആ ഒരു ഗ്രീനും സ്കൈ ബ്ലൂ കോമ്പിനേഷൻ നല്ല ഭംഗിയല്ലേ വരാനൊക്കെ ഉണ്ട്. ലാസ്റ്റ് ഇട്ട നെയിൽ പോളിഷ് ഇടാൻ സമയത്ത് ഞാനത് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി കേട്ടോ. അപ്പം ഇതാണ് ഫൈനൽ കളർ കോമ്പിനേഷൻ വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും 5 കളർ യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ കളർ വെച്ചിട്ടും നമുക്കിങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി ഞാനൊരു ഹെയർ പിൻ എടുക്കുന്നുണ്ട്. അത് ഞാനൊരു വൈറ്റ് നെയിൽ പോളിഷിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഒരു പൂ പോലെ കൊടുക്കുന്നുണ്ട്. 3-4-5 ഡോട്ട് വെച്ചിട്ട് ഒരു പൂ പോലെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒന്ന് ഇച്ചിരി ശ്രദ്ധിച്ച് ചെയ്താൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല ഭംഗിയായത് അവസാനം ഔട്ട്കം വരുമ്പം. അപ്പം ഇത് ഞാൻ ഒരു വിരലിൽ 2 പൂക്കൾ വെച്ചിട്ട് അങ്ങനെ ഒരു രീതിയിലാണ് കൊടുക്കുന്നത്. ഇപ്പോൾ 2 സൈഡിലായിട്ടോ അല്ലെങ്കിൽ മുകളിലും താഴെയായിട്ടോ ഒക്കെ ആയിട്ടാണ് ഞാൻ ആ പൂ ചെയ്യുന്നത്. അങ്ങനെ എല്ലാ വിരലിലും ഞാൻ ആ സെയിം ഡിസൈൻ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ വിരലിലും വൈറ്റ് നെയിൽ പോളിഷ് വെച്ചിട്ട് ഡോട്ട് ഇട്ട് ആ സെയിം ഡിസൈൻ തന്നെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കും ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു ഹെയർ പിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. വളരെ ശ്രദ്ധയോടുകൂടി കുറച്ച് സമയം എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈസിയാണ്. നമ്മുടെ ഡോട്ട് വെച്ച് പൂക്കളെല്ലാം ചെയ്തിട്ട് ആ പൂവിൻ്റെ നടുവിലായിട്ട് ഒരു റെഡ് നെയിൽ പോളിഷ് വെച്ചിട്ട്
എല്ലാത്തിൻ്റെ നടുവിൽ ഒരു ഡോട്ട് കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ നഖത്തിൽ മാത്രം നമ്മൾ റാണി പിങ്ക് കളർ ചൂസ് ചെയ്തുകൊണ്ട് ഇതിൽ മാത്രം ഞാൻ റെഡ് അല്ല യൂസ് ചെയ്തേക്കുന്നത്, ബ്ലൂ കളർ വെച്ചിട്ടാണ് ഡോട്ട് കൊടുത്തേക്കുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ ഔട്ട്കം വരുന്നത്. നല്ല ഭംഗിയിലേ കാണാനൊക്കെ ഉണ്ട്, നല്ല രസമാണ്. നിങ്ങൾ ഏത് കളർ ചൂസ് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും കേട്ടോ. അപ്പം ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു എന്താ പറയുക ഒരു ഡിസൈനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫൈനലായിട്ട് ഒരു കാര്യം കൂടെ ചെയ്യണം കേട്ടോ. നമ്മൾ ഒരു ട്രാൻസ്പെറൻറ്റ് നെയിൽ പോളിഷ് വെച്ചിട്ട് അവസാനം ഒരു കോട്ടൂടെ കൊടുക്കണം, എല്ലാം ഉണങ്ങി കഴിഞ്ഞിട്ടാണ്. അപ്പം എൻ്റെ കയ്യിൽ ട്രാൻസ്പെറൻറ്റ് നെയിൽ പോളിഷ് ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് നെയിൽ പോളിഷ് ഇടുകയാണെങ്കിൽ കുറേ നാൾ ഇത് പോകാണ്ട് നിൽക്കും, നഖത്തിൽ തന്നെ ഉണ്ടാവും. അപ്പം ഇത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതേപോലെ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഇനിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.